പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ റോട്ടിൽ വീണ പൂക്കളെല്ലാം വൃത്തിയാക്കുകയാണ് BJP പ്രവർത്തകർ. സ്വച്ഛ് ഭാരതിനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുക്കുകയാണ് ഇവിടെയുള്ള BJP പ്രവർത്തകർ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇതെന്താ സംഭവം? ഇത് സ്വച്ഛ് ഭാരത് പ്രധാനമന്ത്രി ആദ്യം മുതലേ കാണിച്ചു തന്നേക്കണ ആ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിലും വൃത്തിയായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും, അതേപോലെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം അച്ചടക്കത്തോടു കൂടി തന്നെ പോകുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ ക്ലീൻ ആക്കുന്നത് പ്രവർത്തകരാണോ അതോ പ്രവർത്തകർ ഞങ്ങൾ സെപ്പറേറ്റ് ഓരോ മോർച്ചകളുണ്ട്. കർഷക മോർച്ച, മഹിളാ മോർച്ച, അതുപോലെ യുവമോർച്ച. ഇപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലോ പരിവാറിൽ. അപ്പോൾ അതിൽപ്പെട്ട ഓരോ സെക്ഷൻ തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി വന്നു പോയി ഇനി ഇവിടെ ആഘോഷിച്ച എല്ലാ മാലിന്യങ്ങളും അടിച്ചു നീക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശം. സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ള കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലാളികളാണ്. ഞങ്ങൾ തന്നെ പ്രവർത്തകർ തന്നെ ചെയ്യണത്. ഞങ്ങൾ കർഷക മോർച്ചയുടെ പ്രവർത്തകരാണ്. സ്വച്ഛ് ഭാരത് ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ഭംഗിയായിട്ട് എത്ര സമയം വൈകിയാലും ഗസ്റ്റ് ഹൗസ് വരെ അദ്ദേഹം പോയ സ്ഥലം വരെയുള്ള എല്ലാ സ്ഥലവും അടിച്ച് ക്ലീനാക്കും. അതാണ് ഉദ്ദേശം. ഇത് സ്വച്ഛ് ഭാരതിൻ്റെ മോദിജിയുടെ ഇതാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. അതുകൊണ്ടാണ് മോദിജിയുടെ ആഹ്വാനപ്രകാരമാണ്. ഗാന്ധിജിയുടെ ആഹ്വാനമായിരുന്നു ഇത്. ഈ സ്വച്ഛ ഭാരത് ഇതാണ്. അത് തന്നെ ഞങ്ങൾ അനുവർത്തിക്കുന്നത്. BJP പ്രവർത്തകരെല്ലാം അനുവർത്തിക്കുന്നത് തന്നെയാണ്. നിർബന്ധമായിട്ടും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്വച്ഛ ഭാരത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ രാമജന്മഭൂമി പ്രാണപരിഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം എറണാകുളം അമ്പലത്തിൽ നമ്മുടെ സുരേന്ദ്രൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി അടുത്ത 20-ാം തീയതി വരെ ക്ലീനിങ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ തുടങ്ങിയത് ഇപ്പോൾ എറണാകുളം ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പ്രാണപ്രതിഷ്ഠയോടുകൂടി എല്ലാ ജനമനസ്സുകളിലും ഭഗവാന്റെ പ്രതിഷ്ഠ നടക്കുമെന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ അക്ഷത വിതരണം തുടങ്ങിക്കഴിഞ്ഞു. അക്ഷതം എല്ലാ വീടുകളിലും എത്തിച്ചു കഴിഞ്ഞു. അന്ന് 22-ാം തീയതി അക്ഷതയോടെ ഇത് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓരോ വീടുകളിലും ദീപം ജ്വലിപ്പിക്കുകയും ആരതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും എവിടെ ആ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും ശ്രീരാമചന്ദ്രൻ്റെ പ്രസൻസ്, അതായത് ആ ചൈതന്യം എല്ലാ വീടുകളിലും എത്തും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കേരളം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും. കേരളം ഒരുപാട് ദോഷങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് ദോഷങ്ങൾ ബാധിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ. ആ ദോഷങ്ങളെല്ലാം മാറും. ദോഷങ്ങൾ എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയണില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് മാറി ഇന്ന് മോദിജി വന്നത് കേരളത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. കേരളം BJPയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഇവിടെ എല്ലാ ദുഷ്ടതകളും അവസാനിപ്പിച്ചിട്ട് ശരിയായ സനാതനധർമ്മത്തിൻ്റെ ഭരണം ഇവിടെ എത്തിച്ചേരുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിന് മോദിജിയെ കൊണ്ടേ കഴിയൂ. ലോകാരാധ്യനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചൊരു കേരളത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്കറിയാം. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേകാനന്ദനൊപ്പം റേവിന്ദിൽ നിന്ന് അശ്വതി.